ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മത്തങ്ങയും വൻപയറും കൂടി ചേർത്ത് എരിശ്ശേരിയാണ്. ഇതിനായിട്ട് ഞാനിവിടെ മത്തങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കാം. എന്നിട്ട് തീരെ കനം കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു മൺചട്ടി അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മത്തങ്ങ ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ അത് വേവുന്നതിനാവശ്യമായ വെള്ളം, ഇത്രയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തതും കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റൊക്കെ ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോഴേക്കും ഇത് നല്ല പോലെ ഒന്ന് വെന്തുടഞ്ഞ് കിട്ടും. ഒരു സമയം കൊണ്ട് അതിലേക്ക് ആവശ്യമുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഒരു മുറി തേങ്ങ ചിരകിയതും, ഒരു പച്ചമുളകും, അല്പം ജീരകവും, ഒരു വലിയ അല്ലി വെളുത്തുള്ളിയും, കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു സമയം കൊണ്ട് മത്തങ്ങയൊക്കെ നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളുണ്ടല്ലോ, ഇത് തീരെ കനം കുറച്ചല്ലേ അരിയണത്, അതുകൊണ്ട് തന്നെ വേഗം വെന്ത് കിട്ടും കേട്ടോ. ഇനി നമുക്കിത് കയ്യിൽ കൊണ്ട് തന്നെ നല്ല പോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇതിപ്പോൾ നല്ല പഴുത്ത മത്തങ്ങയാണ് കേട്ടോ. നമ്മൾ എരിശ്ശേരിയൊക്കെ തയ്യാറാക്കുമ്പോൾ ഇതുപോലെ പഴുത്ത മത്തങ്ങ എടുത്താലുണ്ടല്ലോ, കറിക്കും ചെറുതായിട്ടൊരു മധുരമൊക്കെ ഉണ്ടാവും. അതൊരു പ്രത്യേക രസമാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയറുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഈ ഒരളവിൽ വൻപയർ നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരല്പം ഉപ്പും അതുപോലെ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് വേവിച്ചെടുത്തതാണ് കേട്ടോ. അത് ആ വെള്ളത്തോടു കൂടി തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെക്കാം. എന്നിട്ട് ഇതുപോലെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവുന്ന രീതിയിൽ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ പാകത്തിന് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് ഒത്തിരി സമയം അങ്ങോട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിന് ചട്ടിയുടെ ചൂടിലിരുന്നുകൊണ്ട് തന്നെ ഒന്നുകൂടി കുറുകി വന്നോളും. ഇനി ഇതിലേക്ക് താളിച്ച് ചേർക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നല്ല പോലെ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി വരുമ്പോഴേക്കും ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. അതുപോലെ 2 വറ്റൽമുളക് ഇങ്ങനെ കട്ട് ചെയ്തതും ആവശ്യത്തിന് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ ഉള്ളിയൊക്കെ നല്ല പോലെ ഒന്ന് മൊരിഞ്ഞു വരുമ്പോഴേക്കും നമുക്കതിലേക്ക് തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം എരിവിനാവശ്യമായ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോഴേക്കും മത്തങ്ങ പയർ എരിശ്ശേരി തയ്യാറാവും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. മാത്രമല്ല ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.